കഴിഞ്ഞ ഡിസംബർ 18 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി SIRൻ്റെ സമയം കുറച്ച് ദീർഘിപ്പിക്കുമെന്നുള്ള ഒരു നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുണ്ടായി. അതിൽ പറഞ്ഞത് പ്രകാരം ഹർജിക്കാരായ കേരള സർക്കാരും രാഷ്ട്രീയ പാർട്ടികൾ മിക്കവാറും ഇവിടെയും അതുപോലെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇതിലെ മുഖ്യ പ്രവർത്തനം നടന്നത് എന്നതുകൊണ്ട് ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് ധാരാളം വോട്ടർമാർ ജോലിക്ക് പോയവരും പഠിക്കാൻ പോയവരും തിരിച്ചു വരും എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കുറച്ച് സമയം ദീർഘിപ്പിക്കണം. സുപ്രീം കോടതിയുടെ നിർദ്ദേശവും അതായിരുന്നു. ഈസ് ഡയറക്റ്റഡ് ടു കൺസിഡർ such representations sympathetically keeping in view the ground realities and all the relevant factors that may be highlighted in the representations. The appropriate decision shall be taken by the Election Commission by 31st December 2025. ഇത് സംബന്ധിച്ചെന്തും തീരുമാനം വന്നിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാരിൽ പലരെയും പേര് കരട് വോട്ടർ പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്താൻ കഴിയും വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മുടെ ലക്ഷ്യം പ്രത്യേകിച്ച് CEO ആദ്യമായി വോട്ടർ പട്ടികയിൽ അർഹതപ്പെട്ട മുഴുവൻ ആളുകളുടെയും പേര് ഉൾപ്പെടുത്താനാണ് പരിശ്രമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ആഗ്രഹവും കേരളത്തിൽ അർഹതപ്പെട്ട ഒരാൾക്കും വോട്ടവകാശം നിഷേധിക്കാൻ പാടില്ല എന്നാണ്. ഇവിടെയാണെങ്കിൽ നമ്മയെല്ലാം ഞെട്ടിപ്പിക്കും വിധത്തിൽ 5 കാറ്റഗറിയിലായി ഡിസംബർ 15 യോഗമാവുമ്പോഴേക്കും 25 ലക്ഷവും ഡിസംബർ 20 ഈ 5 ദിവസത്തിനകം 24 ലക്ഷവുമായി കാണാൻ കഴിയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ 5 ദിവസത്തിനകം നടന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടെത്താൻ കഴിയാത്ത ചിലരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അപ്പം 5 ദിവസം അനുവദിച്ചപ്പോൾ 1 ലക്ഷത്തിലധികം വരുന്ന ഈ ആളുകളെ ട്രേസ് ഔട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വോട്ടർ പട്ടികയിൽ അർഹതപ്പെട്ട വോട്ടർമാർക്ക് ഇടം കിട്ടാൻ കഴിയും വിധത്തിൽ ഔദ്യോഗികമായി തന്നെ ശ്രമം നടത്തിയാൽ അർഹതപ്പെട്ട എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയും. അതീവ ഗൗരവമായ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, എത്ര എന്യൂമറേഷൻ ഫോറങ്ങൾ നമ്മുടെ BLOമാർ വീടുകളിൽ കൊടുത്തിട്ടുണ്ട് എന്ന വസ്തുത അറിയാനും അത് സുതാര്യമാക്കി ജനങ്ങളെ അറിയിക്കാനും കഴിയണം. ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് 24,30,000 വരുന്ന എന്യൂമറേഷൻ ഫോറം അത് വിതരണം ചെയ്തിട്ടില്ലെന്നാണ്. അത് ഇതുവരെ നമ്മളൊന്നും ശ്രദ്ധയിൽ വരാത്ത ഗൗരവമായ ഒരു വിഷയമാണ്. 2002 ശേഷം SIR നടന്നിട്ടില്ല എന്നത് കണക്കിലെടുത്തിട്ടാണല്ലോ 2002 അടിസ്ഥാന വർഷമായി കണക്കാക്കിയത്. പക്ഷെ നാം 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ചതും 2025 ജനുവരിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക പത്രക്കുറിപ്പ് പ്രകാരം
തയ്യാറാക്കിയതുമായ വോട്ടർ പട്ടിക, അതിലെ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗികമായ പത്രക്കുറിപ്പിൽ പറയുന്നത് ഞാൻ ഇവിടെ കോട്ട് ചെയ്യാം. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളം 6/1/2025 പ്രസിദ്ധപ്പെടുത്തിയതാണ്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2025 ഭാഗമായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2025 ജനുവരി 1 യോഗ്യതാ തീയതിയായുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ആകെ 2,78,10,942 വോട്ടർമാരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക, അത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും വോട്ടർ പട്ടിക പുതുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പറയുന്ന ഒരു വാചകമാണ് പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2025 ജനുവരി വരെ അതിനു മുമ്പുണ്ടായിരുന്ന മരണപ്പെട്ടവരടക്കമുള്ള വോട്ടർ പട്ടികയിലെ ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്, ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് വോട്ടർ പട്ടികയിലുള്ളതും ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. കരട് വോട്ടർ പട്ടികയിൽ എന്ന് പറഞ്ഞാൽ സംക്ഷിപ്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള കരട് പട്ടികയിൽ 2,78,37,285 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 2,78,37,000 ശിഷ്ടം വോട്ടർമാരിൽ നിന്ന് മരണപ്പെട്ടവരടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് 2,78,10,942 2025 ജനുവരി 1 അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരമുണ്ട്. അതിലുള്ള വർധനവെന്ന് പറയുന്നത് 2,78,00,000 നേരത്തെ കാണിച്ച അതൊന്ന് വീണ്ടും കാണിക്കാമോ? നമ്മൾ ആദ്യം 2,78,50,855 മാത്രമാണ്. ഇപ്പൊ 2,78,10,000 നിന്ന് 2,78,50,000 എന്ന് പറഞ്ഞാൽ 40,000 വർധനവ് ഫ്രം ജനുവരി ടു ഒക്ടോബർ. ഒക്ടോബർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ എടുക്കാം നമുക്ക്. അപ്പൊ അത്രയും 40,000 വർധനവാണുള്ളത്. ഇവിടെ നിങ്ങൾ ഫോറം വിതരണം ചെയ്തതായി പറയപ്പെടുന്നത് 2,53,00,000 വരുന്ന ഈ ആളുകൾക്ക് മാത്രമാണ്. ബാക്കി ഫോറം എന്ത് ചെയ്തു? ഇത് നമുക്കറിയേണ്ട കാര്യമാണ്. അതിന് പുറമെയാണ് നോ മാപ്പിംഗ്. മാപ്പിങ്ങിൽ പെടാത്തവരായ ആളുകൾ, അതിൻ്റെ എണ്ണവും കൃത്യമായിട്ടൊന്ന് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ഇപ്പൊ 5 കാറ്റഗറിയായി പ്രസിദ്ധീകരിച്ചതിൽ ഡിസംബർ 15 25 ലക്ഷവും ഡിസംബർ 20 24 ലക്ഷവും എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ കണക്കുകളിലെല്ലാം ഒരു പൊരുത്തക്കേടുണ്ട്. ഇനി ഞാൻ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞത് ആവർത്തിക്കുന്നു. 6,44,000 എന്നാണ് അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ 6,49,000 മരണപ്പെട്ടവർ. എൻ്റെ കയ്യിലുള്ളത് ഈ മരണം രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനത്താകെയുള്ള രജിസ്ട്രേഷൻ ഡയറക്ടറുടെ 2025 രേഖപ്രകാരമുള്ള കണക്കാണ്. 2025 ജനുവരി വരെ മരണപ്പെട്ടവരെയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ ഇപ്പോൾ ഇതുവരെ നമുക്ക് എടുക്കാം. 2,94,379 എങ്ങനെയാണ് ഈ 6,49,855 വരുന്നത്? ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഈ 6,49,885 പേർ മരണപ്പെട്ടത് ശരിയല്ല. നിങ്ങൾക്ക്
ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്ന ആധികാരികമായ സ്ഥാപനവുമായി ഈ പേരുകൾ ഒത്തുനോക്കണം. ഞാൻ വെറുതെ കണക്ക് പറയുന്നതല്ല. 2,94,379 2025 ഇതുവരെയുള്ള ആക്ച്വൽ ഡെത്ത്. അതെങ്ങനെയാ 6,49,000 ശിഷ്ടാവുന്നത്? ഏത് മുതലുള്ള ഡെത്താണ്? 2002 മുതലുള്ള ഡെത്താണെങ്കിൽ ലക്ഷക്കണക്കിനാണ്. ശരാശരി ഒരു വർഷം കേരളത്തിലെ മരണം ഒരു 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും മധ്യയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് ഇതിപ്പോ 6,49,000 ആയത്? ഇനി എൻ്റെ കയ്യിലുള്ള 3 ജില്ലകളിലെ കണക്ക്, ഇതൊക്കെ താങ്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ആ ബൂത്ത് ലെവൽ അഥവാ പോളിംഗ് സ്റ്റേഷൻ വൈസ് ഈ 5 കാറ്റഗറിയിലുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കിട്ടിയത്. ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ഇതും കിട്ടൂല. അതും ലിസ്റ്റ് അടിസ്ഥാനത്തിൽ എടുക്കാൻ കഴിഞ്ഞത് മിനിഞ്ഞാന്നാണ്. നിങ്ങൾ പ്രസിദ്ധീകരിച്ച ആ അൺകളക്റ്റബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സംഗതികളിൽ പോളിംഗ് സ്റ്റേഷൻ വൈസ് കൊടുത്തത് 18-നാണ്. ഞാൻ അങ്ങയെ വിളിച്ചു. ഇൻഡിവിജ്വൽ വോട്ടർമാരെ മാത്രമേ 17 പ്രസിദ്ധീകരിച്ചതിൽ എടുക്കാൻ കഴിയുന്നുള്ളൂ. എം വി ജയരാജന് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. എം വി ജയരാജൻ ഉൾക്കൊള്ളുന്ന 98-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ മുഴുവൻ പേരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കിട്ടിയാൽ മാത്രമേ ആ പോളിംഗ് സ്റ്റേഷനിലെ BLA ഇടപെടാൻ കഴിയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ 24,468 BLOമാരും ആ BLAമാർക്ക് മുഴുവൻ കൊടുത്തിട്ടില്ല.